വർഷത്തെ സർവീസിനിടയ്ക്ക് നിരവധി പ്രമാദമായ കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ നിരവധി പ്രതികളെ സാഹസികമായി പിടികൂടിയ ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ കെ.ജെ. ചാക്കോ പോലീസിലെ അന്വേഷണ വിഭാഗത്തിന് ബാക്കി വെച്ചു പോകുന്നത് അറിവുകളുടെ ശേഖരം കൂടിയാണ്. സംസ്ഥാനത്തെ ആദ്യ ഗുണ്ടാവിരുദ്ധ സ്ക്വാഡിലെ പ്രമുഖൻ, പെരുമ്പാവൂർ ജിഷ വധക്കേസ്, സൗമ്യ വധക്കേസ്, പ്രവീൺ വധക്കേസ്, മൂവാറ്റുപുഴ കൈവെട്ട് കേസ് തുടങ്ങി ചാക്കോ പങ്കാളിയായ കേസന്വേഷണങ്ങൾ നിരവധി. മറ്റ് ഡ്യൂട്ടികൾ കാരണം ക്രൈം വർക്കിന് പോലീസിന് സമയമില്ല. കേസന്വേഷിക്കാനും ചാർജ് കൊടുക്കാനും പോലീസിന് ഈ ലോ ആൻഡ് ഓർഡർ നടത്തുന്ന പോലീസിന് സാധിക്കില്ല. പോലീസിൽ എൻ്റെ 33 കൊല്ലത്തെ സർവീസ് കൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് രണ്ട് വിഭാഗമാക്കി കഴിഞ്ഞാൽ മാത്രം ഗുണകരമായ ഒരു ഫലം അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. 1984 സർവീസിൽ കയറിയ ചാക്കോ 90കളിലാണ് ലോക്കൽ പോലീസിലെത്തുന്നത്. 20ലധികം കൊലക്കേസുകൾ അന്വേഷിച്ച് ലക്ഷ്യം കണ്ടു ചാക്കോ. ഒട്ടുമിക്കവയും മറ്റുള്ളവർ നടത്തിയ പരിശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഏറ്റെടുത്തവ. തൻ്റെ അനുഭവങ്ങളിൽ നിന്നും പോലീസിന് ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ചാക്കോ. പ്രതികളെ ചോദ്യം ചെയ്യുന്ന സമയം ഏതൊക്കെ ചോദ്യം ചോദിക്കുക എന്നുള്ളതല്ല, ഏതൊക്കെ ചോദ്യങ്ങൾ അവരോട് ചോദിക്കരുത് എന്നാണ് ഒരു പ്രതിയെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള സന്മനസ്സും കൂടെ നമ്മൾ കാണിക്കണം. സർവീസിൽ നിന്ന് വിരമിച്ചാലും പോലീസിന് വേണ്ടി എന്ത് സഹായം ചെയ്യാനും സന്നദ്ധമാണെന്ന നിലപാടിലാണ് ക്രൈംബ്രാഞ്ചിൽ നിന്നും പടിയിറങ്ങുന്ന സബ് ഇൻസ്പെക്ടർ ചാക്കോ.